ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് രചനയുടെ മുഖത്ത് നോക്കി മറുപടി പറയുന്ന ആദീനെയാണ്. അതൊക്കെ കേൾക്കുമ്പോഴേക്കും രചനക്ക് ആകെ വിഷമമാട്ടോ. കണ്ടോ ആകാശ് അവൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചത്? ഞാൻ പറഞ്ഞില്ല രചന, അവനാകെ മാറിപ്പോയി. ഞാനിപ്പോ അവനോട് പിണങ്ങാറില്ല, വഴക്ക് പറയാറില്ല. നിനക്കറിയാലോ, നല്ല സ്നേഹത്തോടെയാണ് ഞാൻ അവനോട് ഇപ്പൊ പെരുമാറുന്നത്. എന്നിട്ട് പോലും അവന് എന്നെ പോലും വിലയില്ല. കോടതിയിൽ ഇവനെങ്ങാനും വാക്ക് മാറ്റി പറഞ്ഞ നമ്മൾ കോടതിയിൽ കേസ് തോറ്റുപോകും. എത്ര നല്ല വക്കീലിനെ വെച്ചിട്ടും കാര്യമില്ല, ഇവന്റെ വാക്ക് പോലിരിക്കും. ആകാശ്, ഇല്ല ആകാശ്, എൻ്റെ മോൻ എന്നെ വിട്ടുപോവില്ല. അവനിതൊക്കെ പറയണത് വെറുതെ പറയണതാ. അവനൊരിക്കലും എന്നെ വിട്ടുപോവില്ല. രചനയുടെ വിശ്വാസം രചനയെ രക്ഷിക്കട്ടെ എന്ന് ആകാശ് പറയുന്നുണ്ട്. ആദ്യം അവിടെ നേരെ പോണത് ഇഷിതയുടെ അടുത്തേക്കാട്ടോ. അപ്പോ ചിപ്പി പറയണ്ട്, ഇഷിത അമ്മേ, ഇതുവരെയായിട്ടും ആദ്യേട്ടൻ വന്നില്ലല്ലോ. ആദ്യേട്ടൻ വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ മോളെ. മോളോട് ആദ്യേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യേട്ടൻ വന്നിരിക്കും എന്നൊക്കെ ഇഷിത പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ആദ്യം അവിടേക്ക് വരുന്നത്. ആദ്യേട്ടൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചിപ്പി ആദ്യനെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കാണുന്ന ഇഷിത പറയുന്നുണ്ട്, കണ്ടോ മോനെ, നിന്നോട് അവൾക്ക് നിന്നോടുള്ള സ്നേഹം കണ്ടോ എന്നൊക്കെ ഇഷിത ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആദ്യം പറഞ്ഞു, ഞാൻ വരാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയതാണ്. ആ സമയത്ത് ആകാശങ്ങൾ വന്നിട്ട് ഒരേന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ സമയം വൈകിയത്. അയാള് ഒരു കുറുക്കനാ ഇഷിതാമ്മേ, തന്ത്രശാലിയായിട്ടുള്ള കുറുക്കൻ. മോനെന്താ അങ്ങനെ പറയണത്? ആകാശങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തോ? മോനെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തോ? എന്നിപ്പോ അയാൾ ദ്രോഹിക്കാറൊന്നുമില്ല. ഡാഡിനെ പേടിയാണല്ലോ. പിന്നെന്താ മോൻ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അയാളെ നല്ല സംശയമുണ്ട് ഇഷിതാമേ. അയാൾ കുറെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പ്ലാൻ ചെയ്തു ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രല്ല, ഞാനിപ്പോ ഇവിടെ വരുന്നതിന് ആൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ടും ഞാനിവിടെ വരുമ്പോ അയാളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം പോലും ഇല്ല. കേസ് തോറ്റാലും കുഴപ്പമില്ല എന്നൊരു ചിന്തയാണ് അയാൾക്ക്. ആകാശ് ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല. ആകാശിന്റെ രചനക്കും നീ അവിടെ നിക്കണോന്നാണല്ലോ. അതെ, മമ്മിക്ക് ഞാൻ അവിടെ നിക്കണോന്നുണ്ട്. പക്ഷെ ആകാശങ്ങളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസം പോലെ എന്ന് ആദ്യം പറയാണ്. ഇഷ്ട പറയണ്ട്, മോൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. മറ്റന്നാളാണ് കേസ് വിധി പറയണത്, അത് മാത്രം ചിന്തിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് മഹേഷ് ഇഷിത വിളിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ കാത്തിരിക്കാട്ടോ, പുറത്ത് കറങ്ങാൻ പോകാനായിട്ട്. ദേ ഞാൻ എത്തിയടോ എന്ന് മഹേഷും പറയാണ്. അങ്ങനെ മഹേഷും ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും ആദ്യം കൂടി ചേർന്നിട്ട് പാർക്കിലും ബീച്ചിലൊക്കെ അടിച്ചു പൊളിച്ച് അങ്ങ് നടക്കുവാട്ടോ. ഇവര് പുറത്തിറങ്ങുമ്പോ തന്നെ നമ്മുടെ മഞ്ജുമയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അജിത്തിനെ കാണാൻ വേണ്ടി. അജിത്ത് വിളിച്ച പോലെ തന്നെ ഒരു ഹോട്ടൽ റൂമിലേക്ക് മഞ്ജുമ പോകുവാട്ടോ. അവിടെ വെച്ചിട്ട് നമ്മുടെ അജിത്ത് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തന്നെയാണ് മഞ്ജുമേനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് അതും പറഞ്ഞിട്ട് മഞ്ജുമയുടെ കയ്യിൽ നിന്ന് കുറെ പൈസ എടുക്കാലോ, തട്ടിയെടുക്കാലോ. അതായത് അതും കാണിച്ച് ഭീഷണിപ്പെടുത്തിട്ട് ബ്ലാക്ക് മെയിലൊക്കെ ചെയ്ത് പൈസ തട്ടാലോ. അതാണ് അജിത്തിന്റെ ഉദ്ദേശം കേട്ടോ. അതാണെങ്കിൽ മഞ്ജുമക്ക് മനസ്സിലാകുന്നേ ഇല്ല. മഞ്ജുമയുടെ അസുഖം മറ്റേതാണല്ലോ. അങ്ങനെ മഞ്ജുമയാണെങ്കിൽ അജിത്തിനെ കാണാൻ വേണ്ടി അങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. അവിടെ എത്തുമ്പോഴേക്കും മഞ്ജുമേനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അജിത്ത്. പിന്നീട് പല സമയങ്ങളിലും അജിത്ത് മഞ്ജുമേനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പല സമയത്തും ഹോട്ടൽ റൂമിലേക്ക് വരണം എന്നൊക്കെ പറയണ്ട്. മഞ്ജുമ ശരിക്കും കുടുങ്ങിപ്പോയട്ടോ. ഇനി പോലീസ് കേസിൽ ആവാതിരുന്നാൽ മാത്രം മതി. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മിക്കവാറും പോലീസ് കേസും ആകും. അനാശാസനം മിക്കവാറും പോലീസ് പോക്കാൻ എല്ലാ ചാൻസും ഉണ്ട്. എങ്കിൽ മാത്രമല്ലേ മഞ്ജുമക്ക് നല്ലൊരു തിരിച്ചടി കിട്ടുള്ളൂ. അതിനുശേഷം പിന്നീട് കാണിക്കണ നമ്മുടെ ലയേനെയാണ്. ലയയും അതുപോലെ തന്നെ മാധവും തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാട്ടോ. മാധവിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി. മാധവിനെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഓടി വരുവാണ്. എന്റെ പൊന്നു മോനെ, നിന്റെ അസുഖമെല്ലാം മാറിയോടാ, അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും മാധവ് പുച്ഛത്തോടെ പറയണ്ട്, മാറി നിക്ക അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ലയെ വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റണേ ലയേന. അതിനുശേഷം അവര് അകത്ത് കേട്ട് കുറെ നേരിട്ട് കാണുന്നില്ല കേട്ടോ. മനസ്സിന് മഹേശ്വരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ അവരകത്ത് കേട്ട് കുറെ നേരം ആയല്ലോ, കാണുന്നില്ലല്ലോ. ചിലപ്പോ സംസാരിക്കായിരിക്കും അമ്മേ. എന്ത് സംസാരിക്കണം എത്ര നേരം എന്നൊക്കെ മനസ്സുനി ഇങ്ങനെ പറയാണ്. അപ്പൊ നമ്മുടെ അക്ഷിതക്ക് കാര്യം മനസ്സിലായിട്ട് അവരെന്തിനാ അകത്ത് പോയെന്ന്. അങ്ങനെ അകത്ത് പോയിട്ട് അവരുടെ ലഗേജും പെട്ടിയും അവർക്ക് അവരുടെ സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൂട്ടിക്കെട്ടി പെട്ടിയിലാക്കി വരുവാട്ടോ അങ്ങോട്ടേക്ക്. അത് കാണുമ്പോൾ മനസ്സിൽ ചോദിക്കണ്ടേ, എന്താ മാധവേ, നിന്റെ അസുഖം മാറിയപ്പോ തന്നെ നിങ്ങൾ ടൂർ പോകാൻ വേണ്ടി പോകുവാണോ? എങ്കിലേ അമ്മയും വരാം എന്ന് പറയായിട്ട് മനസ്സിന്. ഇത് കേൾക്കണം മാധവ് പറയണ്ട, അതെ ഞങ്ങൾ ടൂറും ട്രിപ്പൊന്നും അല്ല പോകാൻ പോണത്, ഞങ്ങൾ ഈ വീട് വിട്ട് പോകാൻ വേണ്ടി പോവാടോ. ഞാനും ലയം തൽക്കാലത്തേക്ക് ഒരു വാടക വീട്ടിലേക്കാണ് മാറാൻ പോണത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് വീടുണ്ടാക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനുള്ള പ്രാപ്തിയും ഉണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ വഴി തടയാതെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ് മോനെ.
പിന്നെ ഈ വീട് ഞാൻ എന്തിനാണ് വെച്ചേക്കണത്? എന്റെ 2 മക്കൾക്ക് കുടുംബത്തിനും താമസിക്കാൻ വേണ്ടിട്ടല്ലേ? ഓഹോ, നിങ്ങൾക്ക് ആ വിചാരമൊക്കെ ഉണ്ടോ? ഞാൻ വിചാരിച്ചു മനസ്സിനമ്മക്ക് വയസ്സാം കാലത്ത് കുഴിയെടുക്കാൻ വേണ്ടിട്ട്, മരിച്ചിരിക്കുമ്പോ കുഴിയെടുക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ വീട് വെച്ചേക്കണേന്ന്. അല്ല, നിങ്ങളുടെ മക്കളും മരുമക്കളൊക്കെ ഇവിടെ ജീവിക്കണം നിങ്ങൾക്ക് ഒരു ആഗ്രഹവും ഇല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. മോനെ നീ പോവല്ലേ മോനെ, നീ പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് മനസ്സിന് പറയുമ്പോ, അതെ ഞാൻ പോകാൻ പോവാ, എനിക്കൊരു ജീവിതമുണ്ട്, ലയക്കൊരു ജീവിതമുണ്ട്, ഞാനും ലയയും കൂടി ഇനി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോകാണ്. പിന്നെ കുഞ്ഞ് അത് ദൈവം തരുമ്പോ തരട്ടെ, അഥവാ കുഞ്ഞിന് ഇപ്പൊ ദൈവം തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വിഷമമില്ല, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം താങ്ങും തണലുമായിട്ട് ജീവിക്കും. ലയെ എന്ന് നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാം. ഒരു സെക്കൻഡേ, അശ്വതേച്ചി, ഈ സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണം എന്റെ അശ്വതേച്ചിയാണ്. പിന്നെ ഇഷിതനെ ഒരു ദിവസം ഞങ്ങൾ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ശരി, ഞാൻ അവൾക്ക് പറഞ്ഞോളാം, എല്ലാം നിങ്ങൾ നന്നായിട്ട് വരും മക്കളെ. അശ്വതേച്ചിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നില്ലേ എന്ന് മാധവ് ചോദിക്കുമ്പോ, ഞാനിവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? എന്റെ ഭർത്താവ് ഇവിടെയാണല്ലോ. മോനെ ആണെങ്കിൽ അച്ഛനെയും വേണം അമ്മേനെയും വേണം, പിന്നെ എങ്ങനെയാ? അശ്വതേച്ചി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നോട്ടോ, ലയ പറയാണ്. ശരി മക്കളെ എന്ന് അശ്വതയും പറയുന്നുണ്ട്. അങ്ങനെ ലയയും മാധവും കൂടി ആ വീടിന്റെ പടി ഇറങ്ങി അവിടെ നിന്ന് അങ്ങ് പോകാട്ടോ. അതൊക്കെ കാണുമ്പോ മനസ്സിലേക്ക് ദേഷ്യം വരണം. ഓ എന്റെ മോനൊരെണ്ണം പോയേ, ഇതിനെല്ലാത്തിനും കാരണം അശ്വതയെ നീയാടി, നിന്റെ അനിയത്തി ഇഷിതയും. ഞാൻ വിചാരിക്കായിരുന്നു എന്താ ഇതിനെ ഇഷിതനെ കുറ്റപ്പെടുത്താത്തേന്ന്. കുറ്റപ്പെടുത്തിയാലോ, ഇപ്പൊ നിങ്ങക്ക് സമാധാനമായല്ലോ. നിങ്ങളുടെ 2ാമത്തെ മോന്റെ വഴിക്ക് പോയി, ആദ്യത്തെ മോൻ ഇവിടെ ഉണ്ട്, അത് ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാണ് എന്ന് പറഞ്ഞിട്ട് അഷിതയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ ഇഷിതേനെയാണ്. ഇഷിത അടുക്കള, അത് ആ സമയത്ത് അവിടെ ആദ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇഷിത അടുക്കളയിൽ കയറി എന്തൊക്കെയോ ചെയ്യാൻ പോണ സമയത്ത് അവിടേക്ക് പെട്ടെന്ന് തെന്നി വീഴുവാട്ടോ. വീഴുന്ന സമയത്ത് വയറിടിച്ചിട്ടാണ് ഇഷിത വീഴുന്നത്. പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാവാണ്. മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഇഷിത വിളിക്കുന്നുണ്ട്. മഹേഷ് വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും ഇഷിത ബാത്റൂമിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. അടുക്കളയല്ല, സോറി, ബാത്റൂമാണ്. മഹേഷ് ബാത്റൂമിന്റെ വാതിൽ തുറക്കുമ്പോഴേക്കും ഇഷിത വയറ് പിടിച്ച് വേദനിച്ചിട്ട് വയറും ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് വേദന കൊണ്ട് പൊളഞ്ഞിങ്ങനെ കരയുവാട്ടോ. അത് കാണുമ്പോൾ മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മഹേഷ് അപ്പൊ തന്നെ അമ്മയെ അച്ഛൻ ഓടി വാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അവരും അവിടേക്ക് വരുവാണ്. ശേഷം രാമനാഥനും മഹേഷും അതുപോലെ തന്നെ സ്വപ്നവല്ലിയും കൂടി ചേർന്നിട്ട് ഇഷിതനെ പൊക്കിയെടുക്കാണ്. പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ച ഇഷിതക്ക് എന്ത് സംഭവിച്ചു? അതാണ് വീക്കെൻഡ് പ്രൊമോയില് കാണിച്ചേട്ടോ. ഇഷിതക്ക് ഒന്നും സംഭവിക്കില്ല, അതുറപ്പാണ്. പിന്നെ എന്തിനും സംഭവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ആയിരിക്കും. ഇതില് തെലുങ്കിലെ പോലെയാണ് കൊണ്ടുപോകണമെങ്കിൽ ഇഷിതക്ക് 2ാമത്തെ കുഞ്ഞിനാണ് കിട്ടുന്നത് കേട്ടോ, ആദ്യത്തെ കുഞ്ഞിനെ കിട്ടില്ല. പക്ഷെ മലയാളത്തിന്റെ ഇതാണ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുഞ്ഞിന് തന്നെ കിട്ടും കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ, നല്ല എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോണത്. പിന്നെ ഈ ഇഷിത വീണിട്ടുണ്ടല്ലോ, അതിന്റെ കുറ്റം ചുമഴ്ത്താൻ പോണത് ആദിയുടെ തലയിലാട്ടോ. കാരണം ആകാശ് വിളിച്ചിട്ട് മഞ്ജിമയാണ് ഈ കാര്യങ്ങളെ തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തേക്കണം മഞ്ജിമേനെയാണ്. അതിന്റെ പേരിൽ മഞ്ജിമക്ക് ഒരുപാട് പണം ആകാശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇനിയിപ്പോ കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു ദുരന്തം കേട്ടോ. ഇഷിതക്ക് കുഞ്ഞിനും എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് തിങ്കളാഴ്ചത്തെ അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.